പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. എന്നെ എടുത്തു വളർത്തിയത് വടുതല നായർ കുടുംബമാണ്. അതുകൊണ്ട് ഞാനൊരു നായരായി വളർന്നു. ഞാനിന്ന് തറവാട്ടിലെ ഏക അവകാശിയാണ്. എന്നെ വളർത്തിയ അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ മരിച്ചു. ഭാരിച്ച ഭൂസ്വത്തിന്റെ അവകാശിയായിരുന്നു ഞാൻ. ഇപ്പോ ഭൂസ്വത്തില്ലേ? പകുതി ഭൂമി പാട്ടക്കാർക്ക് ഞാൻ ദാനമായി കൊടുത്തു. പകുതി ഭൂമിയോ? എത്ര പറ വിത്തിന്റെ ഭൂമി? 500 പറ വിത്തിന്റെ. എന്താ അനുജത്തിക്കൊരത്ഭുതം? ഓ, ഒന്നുമില്ല. കരക്കിലമ്മ നായരുടെ മുഖത്തേക്ക് ഒരു നിമിഷം ഉറ്റുനോക്കി. ഞാൻ ഭൂമി പാട്ടക്കാർക്ക് ദാനത്തീർ എഴുതി കൊടുത്തപ്പോൾ എനിക്കൊരുപാട് ശത്രുക്കളുണ്ടായി. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയെന്ന് മറ്റു ജന്മിമാർ പറയാൻ തുടങ്ങി. കൃഷിക്കാരെ നിലയ്ക്ക് നിർത്തേണ്ടതിന് പകരം ഞാനവരെ കയറൂരി വിടുകയാണെന്ന് ജന്മിമാർ പറഞ്ഞു. എന്നെ പല വിധത്തിലും ബുദ്ധിമുട്ടിച്ചു. ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഇപ്പോൾ ഞാൻ പുതിയൊരു സംരംഭത്തിലേർപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അതാ പാണനാരെത്തി. ഇരിക്കൂ ഏട്ടാ. കരക്കിലമ്മ പാണനാരെ കണ്ട് ഉപചാരപൂർവ്വം എഴുന്നേറ്റ് നിന്നു. പാണനാർ ഇരുന്നു. ഇളനീർ കഴിച്ചു. ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നവരായിട്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ വളരെ വൈകി അല്ലേ? കരക്കിലമ്മ പറഞ്ഞു. ഇപ്പോഴെങ്കിലും കണ്ടുമുട്ടാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മാതാപിതാക്കൾ ചെയ്തത് വലിയ തെറ്റായി എന്നെനിക്ക് തോന്നുന്നു, വടുതല നായർ പറഞ്ഞു. അമ്മയെ കുറ്റം പറയരുതേട്ടാ. അമ്മയുടെ നാവിൽ നിന്നും എല്ലാം നാം കേട്ടില്ലേ? അമ്മ എത്രമാത്രം സഹിച്ചു. 12 മക്കളെ പെറ്റു. ഒന്നിനെപ്പോലും വളർത്താൻ ഭാഗ്യമുണ്ടായില്ല. വിധി ഇത്രയ്ക്ക് ക്രൂരമാവുന്നത് എന്തിനാണേട്ടാ? മറുപടിയില്ല. അനുജത്തെ, മഹാബ്രാഹ്മണനും അതിപണ്ഡിതനുമായ അച്ഛന് ഒരു പറയിപ്പെണ്ണിനെ വേളി കഴിക്കേണ്ടി വന്നു. പിറന്നു വീണ കുട്ടികളെ ഉപേക്ഷിക്കാൻ അച്ഛൻ കൽപ്പിച്ചു. അമ്മ അനുസരിച്ചു. അച്ഛൻ ചെയ്തതാണ് തെറ്റ്, പാണനാർ പറഞ്ഞു. അതിനുള്ള ശിക്ഷ അച്ഛൻ അനുഭവിച്ചു. യൗവനം മുതൽ വാർദ്ധക്യം വരെ അച്ഛൻ അലഞ്ഞു നടന്നു. മനസ്സമാധാനമില്ലാതെ അലഞ്ഞു നടന്നു. കരക്കിലമ്മ പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനോടൊപ്പം അലയേണ്ടി വന്നില്ലേ? അച്ഛൻ്റെ കൂടെ എല്ലായിടത്തും അമ്മയ്ക്കും അലയേണ്ടി വന്നില്ലേ? അമ്മ സഹിച്ച ദുഃഖത്തിന് അതിരുണ്ടോ? നമ്മുടെ അമ്മ എന്ത് തെറ്റാണ് ചെയ്തത്? മറുപടിയില്ല കുട്ടി. വിധികർത്താവാകാൻ ആർക്കും പറ്റില്ല. തെറ്റ് ചെയ്യാത്തവരും ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഇല്ലേ? ഇതൊക്കെ ആലോചിച്ചാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും, വടുതല നായർ പറഞ്ഞു. പുറത്തുനിന്ന് നാറാണത്തിൻ്റെ ശബ്ദം കേട്ടു. അനുജത്തി. നാറാണത്ത് വന്നു, ഇരുന്നു. എന്താ അനുജത്തിക്കിന്ന് പതിവിൽ കവിഞ്ഞ സന്തോഷം? നാറാണത്ത് ചോദിച്ചു. ഇപ്പോഴല്ലേ സന്തോഷിക്കേണ്ടതേട്ടാ? എനിക്ക് 10 സഹോദരന്മാരെ ലഭിച്ചിരിക്കുന്നു. 11 എന്നു തന്നെ പറയൂ അനുജത്തി. വായില്ല കുന്നിലപ്പൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, പാണനാർ പറഞ്ഞു. ശരിയാണ്, നമ്മൾ 12 പേരുണ്ട്. പറയിപെറ്റ പന്തിരുകുലം അല്ലേ? അതെ അനുജത്തി, പറയിപെറ്റ പന്തിരുകുലം, നാറാണത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വായിച്ചത് പ്രീതി.